ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കിൻ്റെയോ ഒന്നിൻ്റെയോ ഒരു വീഡിയോ അല്ല. നമ്മൾ സാധാരണ ഒരു ഫേസ് പാക്ക് ഇടുമ്പോഴായാലും നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു ഫേഷ്യൽ ചെയ്യുന്നതായാലും ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഒരു ഫേഷ്യൽ ചെയ്യുന്നതായാലും നമ്മുടെ ഫേസിലേക്ക് നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് മസാജിങ് എന്ന് പറയുന്നത്. ഈ മസാജിങ് കൊണ്ട് നമ്മുടെ ഫേസിലേക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. മുഖം മസാജ് ചെയ്താൽ നമുക്ക് നമ്മുടെ ചെറുപ്പം നിലനിർത്താനും അതേപോലെ നമ്മുടെ സ്കിന്നിൻ്റെ സർക്കുലേഷൻ അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം എപ്പം ചെറുപ്പമായിട്ട് നിലനിർത്താനും നല്ല സൗന്ദര്യത്തോടു കൂടിയും നല്ല എന്താ പറയുക നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്നും കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ മസാജിങ് എന്ന് പറയുന്നത്. ഞാൻ ഇടുന്ന പല ഫേസ് പാക്കുകളിലും അതേപോലെ തന്നെ ഞാൻ ഇടുന്ന എല്ലാ ബ്യൂട്ടി ടിപ്സിലും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നൊരു കാര്യമാണ് മുഖം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്സ് കൊണ്ട് നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യാതൊരുവിധ പൈസ ചിലവും ഇല്ലാണ്ട് നിങ്ങളെ മുഖം എന്നും ചുറുചുറുക്കോട് സൗന്ദര്യത്തോടു കൂടിയും വെക്കാൻ വേണ്ടിയിട്ടും ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും മുഖസൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണിത്. വേറൊന്നുമല്ല, നമ്മുടെ കൈകളിൽ ഉപയോഗിച്ച് നമ്മുടെ മുഖം ഒന്ന് മസാജ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അലോവേര ജെല്ലോ അല്ലെങ്കിൽ ഗ്ലിസറിനോ നിങ്ങൾക്ക് ഈ മസാജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. മുഖം മസാജ് ചെയ്യുന്നത് ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. കൃത്യമായി മസാജ് ചെയ്താൽ പല ഗുണങ്ങളും നമുക്കതിലൂടെ ലഭിക്കും. ഇത്തരത്തിൽ മസാജ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചർമ്മത്തിൻ്റെ യൗവനം നിലനിർത്തലാണ്. നമ്മൾ പല ക്രീമുകളും ട്രീറ്റ്മെൻറ്റുകളും ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം നിലനിർത്തിക്കുന്നത്. നമുക്കറിയാം സെലിബ്രിറ്റീസ് എല്ലാം നല്ല പ്രായമുള്ളവർ പോലും ഇപ്പോഴും ചെറുപ്പമായിരിക്കുന്നത് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ടാണ്. എന്നാൽ ഒരു സ്വാഭാവികവും ഫലപ്രദവുമായ മാർഗം മുഖം മസാജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ശരിയായ രീതിയിൽ മസാജ് ചെയ്താൽ ചുളിവുകൾ കുറയ്ക്കാനും അതേപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ ടോണ് എലാസ്റ്റിസിറ്റി നൽകാനും കഴിയും. യൗവനം തിരിച്ചു പിടിക്കാൻ മസാജ് എന്ന് പറയുന്നത് ഒരു മാജിക് ടച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ മുഖം മസാജ് ചെയ്യുന്നത് ഒരു പ്രകൃതിദത്ത ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ചർമ്മത്തിന് യുവാവസ്ഥ നൽകുക മാത്രമല്ല ഒരു തണുത്ത ആരോഗ്യകരമായ തിളക്കവും നമുക്ക് മുഖത്ത് നൽകും. മസാജ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ചർമ്മകോശങ്ങളിലേക്ക് ഓക്സിജനും അതുപോലെ തന്നെ പോഷണവും കൂടുതൽ കാര്യക്ഷമമായി എത്തിക്കാൻ നമ്മളെ സഹായിക്കും ഈ മസാജിങ്ങിലൂടെ. അതുപോലെ തന്നെയാണ് നമുക്ക് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് മുഖക്കുരു. അപ്പോൾ മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഒന്നുകൂടിയാണ് ഈ മുഖത്തിൻ്റെ മസാജ് എന്ന് പറയുന്നത്. നമ്മൾ മുഖം അധികം ഈ പിമ്പിൾസ് അധികം തൊട്ട് കളിക്കരുത് എന്ന് പറയും. ഇത് തൊട്ട് കളിക്കലല്ല കേട്ടോ ഈ മസാജിങ് എന്ന് പറയുന്നത്. പിന്നെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു, അതായത് രക്തചംക്രമണം ബ്ലഡ് സർക്കുലേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മസാജ് ചെയ്യുമ്പോൾ ചർമ്മത്തിനടിയിലെ രക്തക്കൊയലുകൾ സജീവമാകും നമ്മളിങ്ങനെ മസാജ് കൊടുക്കുമ്പോൾ. ഇത് ഓക്സിജന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോഷകങ്ങൾ എന്നിവ ചർമ്മകോശങ്ങളിലേക്ക് എത്തിക്കും. നമ്മളെ ചർമ്മത്തിൻ്റെ സെൽസ് ഉണ്ടല്ലോ അതിലേക്ക് എത്തിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ചർമ്മം തിളക്കമുള്ളതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുവത്വമുള്ളതായിട്ട് നമുക്ക് കാണപ്പെടും. അതായത് നമുക്ക് അങ്ങനെ നമ്മുടെ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു മെയിൻ ഘടകമാണ് ഈ മസാജ് എന്ന് പറയുന്നത്. മസാജ് ചർമ്മത്തിൻ്റെ ആഴത്തിലുള്ള പാളികളിൽ ഉത്തേജനം ഉണ്ടാക്കും. ഇത് കൊളാജൻ, ഇലാസ്റ്റിൻ എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കൊളാജൻ ചർമ്മത്തിന് ഉറപ്പും വഴക്കവും നൽകുന്നു. അതുവഴി തന്നെയാണ് നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ നമുക്ക് കുറക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ലിംഫാറ്റിക് ഡ്രൈനേജ് മെച്ചപ്പെടുത്തും. അതായത് അങ്ങനെ പറഞ്ഞാൽ മസാജ് ചെയ്യുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തെ സജീവമാക്കും. ഇത് ടോക്സിനുകൾ നീക്കം ചെയ്യാൻ, അതായത് നമ്മളത്തെ ചർമ്മത്തിലുള്ള ടോക്സിനുകൾ നീക്കം ചെയ്യാനും സഹായിക്കും. ഇത് ചർമ്മത്തിൽ ചിലർക്കുണ്ടല്ലോ ചർമ്മത്തിൻ്റെ ഈ പഫ് എന്ന് പറയുന്ന സ്കിന്ന് ഒരു പഫായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ താഴെയൊരു വീക്കം ഉണ്ടാവില്ലേ, ഇത് ചർമ്മത്തിൻ്റെ വീക്കം കുറക്കുകയും അതുപോലെ തന്നെ ഡാർക്ക് സർക്കിള് അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് പഫിനെസ് എന്ന് പറയില്ലേ നമ്മൾ, അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു സംഗതിയാണ് ഈ മസാജിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ മുഖത്തെ സെൽസ് പേശികൾ ശക്തിപ്പെടുത്തും. അപ്പോൾ ശക്തിപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിൽ ഈ തൂങ്ങിപ്പോകുന്ന ചർമ്മം ഉണ്ടല്ലോ അതെല്ലാം ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. മുഖപേശികൾക്കും മസാജ് ആവശ്യമാണ്. അപ്പോൾ ഇത് മുഖത്തെ പേശികളെ ടോൺ ചെയ്യുകയും തൂങ്ങിയ ചർമ്മം ഉയർത്തുകയും ചെയ്യുന്നത്. അതാണ് ഇത് ഫേസ് ലിഫ്റ്റിംഗ് എഫക്റ്റ് നൽകും. മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഒന്നുകൂടിയാണ് മുഖത്തിൻ്റെ മസാജ്. അതായത് മുഖക്കുരു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ സഹായിക്കും. പിന്നെ ചർമ്മത്തിൻ്റെ ഈർപ്പം
ഈർപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറയും. അപ്പോൾ ചർമ്മത്തിൻ്റെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് മസാജ് ചെയ്യുമ്പോൾ സീബം ഗ്രന്ഥികൾ സജീവമാകും. ഇത് ചർമ്മത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നമ്മളെ ചർമ്മത്തിൻ്റെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. ഇത് നമ്മളെ സ്കിന്ന് ഡ്രൈ ആവുമല്ലോ, ആ ഡ്രൈ ആവുന്നത് പോലെ തന്നെ ചുളിവുകൾ വരാണ്ടിരിക്കാനും സഹായിക്കും. ഡ്രൈ സ്കിന്നിലാണ് പെട്ടെന്ന് ചുളിവുകൾ വരിക കേട്ടോ. അപ്പോൾ ചുളിവ് വരാണ്ടിരിക്കാനും ഇത് സഹായിക്കും. പിന്നെ എങ്ങനെയാണ് മുഖം മസാജ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് പറഞ്ഞുതരാം. ആദ്യം മുഖം നന്നായിട്ട് വൃത്തിയാക്കുക. പിന്നെ ഓയിലോ മോയ്സ്ചറൈസറോ ഉപയോഗിക്കുക. അതായത് ഞാൻ പറഞ്ഞല്ലോ, കൊക്കോൺ ഓയിൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നുള്ളവർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത്. അത് പിമ്പിൾസ് മിക്കവരിലും പിമ്പിൾസ് വരില്ല ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്താൽ. അതായത് ഓയിലി സ്കിന്നുള്ളവർക്കാണല്ലോ പിമ്പിൾസ് അധികം കൂടുതലായി വരിക. അപ്പോൾ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്താൽ ഓയിലി സ്കിന്നുള്ളവർക്കും പിമ്പിൾസ് അങ്ങനെ വരാറില്ല. അല്ലെങ്കിൽ ആൻറ്റി ഏജിങ് സെറം നമുക്ക് ഉപയോഗിക്കാം. അതായത് ഈ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ സർക്കുലാർ മോഷനിൽ വേണം മസാജ് ചെയ്യാൻ. അതായത് വൃത്താകൃതിയിൽ എന്ന് പറയില്ലേ നമ്മളിതാ ഈ കാണിക്കുന്നത് പോലെ സർക്കുലാർ മോഷനിൽ വേണം നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിരലുകൾ ഉപയോഗിച്ച് മൃദുവായി മുഖത്തെല്ലാം വൃത്താകരത്തിൽ മസാജ് ചെയ്യുക. വിരലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് മസാജ് ചെയ്യേണ്ടത്. നിങ്ങൾ ബ്യൂട്ടി പാർലറെല്ലാം പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് വേണം നമ്മൾ മസാജ് ചെയ്യുക. അതായത് നമ്മുടെ താടിയുടെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് മുകളിലേക്കായിട്ട് വേണം നമ്മൾ സർക്കുലാർ മോഷനിൽ നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചുളിവുകളുള്ള ഭാഗങ്ങളിൽ, അതായത് നമ്മളെ നെറ്റീൻ്റെ ഭാഗം അവിടെയെല്ലാം ആ നമ്മളെ കഴുത്തിൻ്റെ ഭാഗം കൂടുതൽ ശ്രദ്ധിക്കുക. ചുളിവുകളുള്ള ഭാഗത്ത് 5-10 മിനിറ്റ് വേണം നമ്മളിത് മസാജ് കൊടുക്കുക. ദിവസം ഇത് ചെയ്താൽ മികച്ച ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുക കേട്ടോ. ചുളിവുകൾ മുതൽ നമ്മളെ ദൃഢത, അതേപോലെ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ വരെ എല്ലാം എളുപ്പത്തിൽ ഈ മസാജിലൂടെ നമുക്ക് പരിഹരിക്കാനാവും. അതായത് നല്ല സോഫ്റ്റായിട്ട് മൃദുലമായിട്ട് വേണം നമ്മൾ ചർമ്മം മസാജ് ചെയ്യാൻ. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുകാർ ഇത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു വലിയ ക്രീമുകളുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ ആൽമണ്ട് ഓയിൽസ് എല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ സൗന്ദര്യം എന്നും എത്ര വയസ്സായാലും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും നിലനിർത്താനും സഹായിക്കുന്ന നല്ലൊരു കാര്യമാണ് മസാജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഫേസ് പാക്കുകളും അതേപോലെ തന്നെ ഫേഷ്യലും ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങളതെല്ലാം ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടി നിങ്ങളുടെ നിറം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരുപാട് ഫേസ് പാക്കുകളെല്ലാം ഉണ്ട്. അപ്പോൾ ബ്യൂട്ടി ടിപ്സ് എല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണ് ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.